റേഷൻ വിതരണത്തിലെ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സബ്സിഡി നേരിട്ട് ജനങ്ങളിലെത്തിക്കുന്ന നടപടിയാണിത്. സബ്സിഡിയുടെ നല്ലൊരു ഭാഗവും ഇടനിലക്കാർ അപഹരിക്കുന്ന സ്ഥിതി ഒഴിവാക്കുകയാണ് ലക്ഷ്യം. അരിക്കുഴ JCI പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ കാര്യത്തിലും. നമുക്കറിയാം, എമർജിംഗ് കേരള ഗവൺമെന്റ് ആശയം മുമ്പോട്ട് വെച്ചു. എമർജിംഗ് കേരള ഗവൺമെന്റ് എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാണ് എന്ന് നമുക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള സന്ദർഭമാണത്. കാരണം നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നമുക്ക് നല്ല കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ യുവാക്കൾ, യുവതികൾ, അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല. കാരണം ഇവിടെ സന്ദർഭങ്ങളില്ല, അവസരങ്ങളില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ യങ് ജനറേഷൻ, അവരുടെ ക്രിയാത്മകമായ ആ വിഭവശേഷി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവരത് യൂട്ടിലൈസ് ചെയ്യാൻ അവര് ഓപ്പർച്യൂണിറ്റീസ് തേടി പോകുന്ന അന്യ സംസ്ഥാനങ്ങളിലേക്കാണ്, അന്യ രാജ്യങ്ങളിലേക്ക് പോകും. കർണാടകയിലേക്ക് പോകും, മഹാരാഷ്ട്രയിലേക്ക് മാറുന്നതാണ്, ചെന്നൈക്ക് പോകുന്നതാണ്. മറ്റു ശക്തി നമുക്ക് തന്നെ ഇവിടെ നിലനിർത്തുവാനും അവരുടെ ക്രിയാത്മകതയെ നമുക്ക് വിനിയോഗിക്കുവാനും നമ്മുടെ നാടിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനും ഒക്കെ വിനിയോഗിക്കപ്പെടുവാനും സാധിക്കും. അതിന് വേണ്ടത് ഇവിടെ സന്ദർഭങ്ങൾ, അവസരങ്ങൾ നിക്ഷേപങ്ങൾ വരണം. അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് എമർജിംഗ് കേരള വഴി ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത്. പക്ഷെ അവിടെ നിങ്ങൾക്കറിയാം, എമർജിംഗ് കേരള തുടങ്ങിയ അന്ന് മുതൽ, അതിന്റെ ഒരു ആശയം മുമ്പോട്ട് വെച്ച് അന്ന് മുതൽ വിമർശനങ്ങളെ മാത്രമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഒന്നിനു പുറകെ വിമർശനങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയാം. ജനാധിപത്യ സംവിധാന വിമർശനങ്ങൾ അനിവാര്യമാണ്, ആവശ്യമാണ്. പക്ഷെ വിമർശനങ്ങൾക്ക് വേണ്ടി മാത്രം അതിനെ കാണുമ്പോഴാണ് അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും വരണം. അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു ഭരണ സംവിധാനത്തിനും ഈ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഏകപക്ഷീയ ശൈലിയിൽ ഇതെല്ലാം എന്തോ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്ന നിലയിലേക്ക് മാറുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മിസ് കേരള ഫസ്റ്റ് റണ്ണറപ്പ് റീനു സണ്ണി, മേഘന നായർ, ആൻമേരി, സാംസൺ തോമസ്, രാംകുമാർ മേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിജു J ആലപ്പാട്ട്, റോഹിച്ചൻ മാളിയേക്കൽ തുടങ്ങിയവർ പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റു.